നീ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ തരത്തിലും ദൈവം നിന്നെ ഉയർത്തും. മനുഷ്യന് മുമ്പിൽ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കാൻ ഇട വരുത്തുകയില്ല. പ്രിയമുള്ളവരെ, എൻ്റെ അനുഭവത്തിലൂടെ വചനത്തിലൂടെ എനിക്ക് ഉറച്ച് നിങ്ങളോട് പറയാൻ സാധിക്കും. നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചോ? ദൈവിക സ്വഭാവം നിന്നിലുണ്ടോ? തീർച്ചയായിട്ടും ദൈവത്തെ, യേശുവിനെ നീ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, ലോകം നിന്നെ തള്ളിയാലും, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എങ്കിൽ, നീ കടലിലൂടെ പോകുമ്പോൾ അവൻ നിന്നെ മുക്കിക്കളയുകയോ, അഗ്നി എന്ന പ്രശ്നങ്ങളിലൂടെ നീ നടന്നു പോകുമ്പോൾ, വേദനയിലൂടെ നടന്നു പോകുമ്പോൾ, ദൈവം നിന്നെ ദഹിപ്പിച്ച് കളയാൻ, ലോകം നിന്നെ ദഹിപ്പിച്ച് കളയാൻ, ലജ്ജിതനാക്കി തീർക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. കാരണം വേദനയുടെ നടുവിലൂടെ പോകുമ്പോൾ യേശു നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ യേശു നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവിനാൽ. യേശു മാത്രമല്ല, പിതാവായ ദൈവവും പുത്രനായ യേശുവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയിൽ വാസം ഉറപ്പിക്കുകയാണ്. യേശു മാത്രമല്ല, ത്രിയേക ദൈവമാണ് ഒരു വ്യക്തിയിൽ വാസം ഉറപ്പിക്കുന്നത്. ഒരു വലിയ ആത്മീയ പവറാണ് നിന്നിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരിലുള്ളത്. അതുകൊണ്ട് അവൻ വീഴുകയില്ല, അവൻ തകർന്നു പോകുകയില്ല. പ്രിയമുള്ളവരെ, നീ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടുന്നുവോ? ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു സ്ത്രീക്ക് തലയ്ക്കകത്ത് വേദനയുണ്ട്. കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് പറയുന്നുണ്ട്. നീ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കൂ. കർത്താവിനോട് ദാഹത്തോടെ പറയൂ, ദൈവമേ, എനിക്ക് അങ്ങയുടെ ആത്മാവിനെ ലഭിക്കണം. അഗസ്തീനോസ് പറഞ്ഞതുപോലെ, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ എത്തുന്നത് വരെയും ഞാൻ സ്വസ്ഥനല്ല. എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ലഭിക്കുന്നിടം വരെയും ഞാൻ അസ്വസ്ഥനാണ്. എനിക്ക് അങ്ങയുടെ ആത്മാവിനെ കിട്ടിയേ മതിയാകുകയുള്ളൂ. ഞാൻ ഉറച്ച തീരുമാനമെടുത്ത വ്യക്തിയാണ്. ഞാൻ വീഴുകയില്ല കർത്താവേ. ഇനി ഞാൻ തകർന്നു പോകുക, പിന്നോട്ടില്ല. ഞാൻ പിന്നോട്ടില്ല കർത്താവേ. ഒരു നാളും ഞാൻ ഇനി പിന്നോട്ടില്ല. ഞാൻ മുന്നോട്ട് തന്നെ കാലുവെച്ചിരിക്കുകയാണ്. എന്ത് പ്രശ്നം വന്നാലും, എനിക്ക് എന്ത് നഷ്ടപ്പെടേണ്ടി വന്നാലും, കർത്താവേ, ഞാൻ മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും പിന്നോട്ട് വലിക്കുകയില്ല. ഞാൻ കലപ്പിക്ക് കൈവച്ചിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ പിന്തിരിഞ്ഞു നോക്കുകയില്ല. ലോത്തിന്റെ ഭാര്യയെ പോലെ ഞാൻ തിരിഞ്ഞു നോക്കുകയില്ല. ഞാൻ നിത്യജീവൻ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകും. എന്റെ ഇടയൻ നല്ല ഇടയനാണ്. അവൻ വല്ലഭൻ തന്നെയാണ്. പിന്നോട്ടില്ല ഒരു നാളും. ആ ഇടയനെ ഞാൻ അനുഗമിക്കും. തീരുമാനം ചെയ്യുന്നു എല്ലാവരും. ദൈവത്തിന്റെ ആത്മാവിനെ വേണമെങ്കിൽ നീ ഉറച്ച തീരുമാനം എടുത്തേ മതിയാകുകയുള്ളൂ. അവിടെ ഒരു ന്യായീകരണത്തിനോ ഒന്നിനോ സ്ഥാനമില്ല. വിളിച്ച ദൈവത്തിന് മുമ്പിൽ നിന്നേ മതിയാകുകയുള്ളൂ. നീ മൺകുടമാണ്. കുശവനോട് ചോദിക്കുമോ, മൺകുടം, കുശവ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ മെനഞ്ഞിരിക്കുന്നത് എന്ന് ഒരിക്കലും ചോദിക്കുകയില്ല. ഒരു കുശവൻ മൺകുടമുണ്ടാക്കി അത് ഉടച്ച് വീണ്ടും അവന് ഒരു മൺകുടം ഉണ്ടാക്കുവാൻ തോന്നിയാൽ ഈ മൺകുടത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? കർത്താവ് ചോദിക്കുകയാണ്, ഇസ്രായേലേ, എനിക്ക്
ഇഷ്ടമുള്ളതുപോലെ നിന്നോട് പെരുമാറിക്കൂടെ? നീ കുശവന്റെ കയ്യിലെ ദൈവത്തിന്റെ കയ്യിലെ കളിമണ്ണല്ലേ നീ? നീ ദൈവത്തോട് വാഗ്ദത്തം ചെയ്യുന്നുവോ? നീ വാഗ്വാദം ചെയ്യുന്നുവോ? കണ്ണുകളടച്ച എല്ലാവരും സ്തുതിച്ചുകൊണ്ട് നിന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ശരീരത്തെ അലർജി, ഒരു സ്ത്രീയുടെ അലർജി കർത്താവ് മാറ്റുന്നതായിട്ട് കർത്താവ് പറയുന്നുണ്ട്. യേശുവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മോണയ്ക്ക് വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.